ഐ ജി വന്നിരിക്കുന്നു. ഈശ്വര, വല്ല കുഴപ്പമുണ്ടാവും. ഗേറ്റ് തുറക്ക്. ഒരു അറിവുണ്ടായിരുന്നില്ല സാർ. അതുകൊണ്ട് കാത്തു നിൽക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല സാർ. ഞാൻ ഒഫീഷ്യലായിട്ട് വന്നതല്ല, എൻ്റെ ഒരു ബന്ധുവുണ്ട് ഇവിടെ. ഓ മിസ്റ്റർ രാമഭദ്രൻ, അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് അടുപ്പമുണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. എൻ്റെ മകനാണവൻ. ക്ഷമിക്കണം സാർ, അതെനിക്കറിയില്ലായിരുന്നു. സ്വന്തം മകനാണോ സാർ? സ്വന്തം തന്നെ, വളർത്തു മകൻ. അവനെ ഒന്നും പറഞ്ഞിരുന്നില്ല? സത്യമായിട്ടും പറഞ്ഞിരുന്നില്ല സാർ. സാർ ആത്തികരിയ അത് വേണ്ട, എനിക്ക് അവനെ കണ്ടിട്ട് ഉടനെ പോകണം. വിളിക്കാൻ സാർ. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. ഞാൻ വന്ന കാരണം കളി മുടങ്ങിയോ? ഇല്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോഴിക്കോട് വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. നീ തോറ്റോ ജയിച്ചോ എന്ന് അറിയണമല്ലോ. തോറ്റിട്ടില്ല. എനിക്ക് തോന്നി. നമുക്ക് ഓഫീസിൽ സംസാരിക്കാം. വേണ്ട, ഞാൻ പുറപ്പെടുകയായി. നിന്നെ കാണാതെ എന്നാൽ അമ്മ എനിക്ക് സ്വൈര്യം തരില്ലെന്നറിയാലോ. നിന്നെ ഇത്രയും ദൂരെ അയച്ചാൽ ഇപ്പോഴും എന്നോട് വഴക്കാം. എനിക്കും അതെ. നിന്നെ കുറേ നാൾ പിരിഞ്ഞിരുന്നപ്പോൾ ഒരു വിഷമം. സ്വന്തം മക്കളെ ഒന്നും ഈശ്വരൻ ഞങ്ങൾക്ക് തന്നില്ലല്ലോ. സാർ, റോസിയാണ് ഭാഗ്യവതി. അവളെ നീ അമ്മ എന്ന് വിളിക്കുമല്ലോ. അത് കേൾക്കുമ്പോൾ ഒരു അസൂയ. ആ, ഞാൻ പോട്ടെ. നിന്റെ തെമ്മാടികളുടെ വൈകുന്നേരം ഞാൻ നശിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തണം. ആരോടും പറയാതെ പോകുന്നത്. പെട്ടെന്നൊരു തോന്നൽ, നിന്നെ ഒന്ന് കാണണം. വരട്ടെ. ഇതൊരു ശല്യമായല്ലോ കർത്താവേ. എത്ര നേരമായി തുടങ്ങിയിട്ട് തലവേദന എടുക്കുന്നു. ഗുണസാറ് പറഞ്ഞത് നേരാ, ഇയാടെ തലയ്ക്ക് വട്ട. സ്വാതന്ത്ര്യദിന പരേഡിന് പിള്ളേരെയും കൊണ്ട് പോകാനാ. എന്താ പറയാ ഇതിനൊക്കെ? ഇവിടുന്ന് കുറെ പിള്ളേരെ കൊണ്ടുപോയി എന്ന് വെച്ച് പരേഡ് തന്നാവോ? പിള്ളേര് തന്നാവോ? വെറുതെ കൈ കിടക്കുന്ന കാശും കളഞ്ഞ്. അല്ല, ജോസഫ് സാർ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഭാഗ്യത്തിന് അങ്ങേർക്ക് മക്കളും ഇല്ല. ആരും എൻ്റെ അനുവാദം ഇല്ലാതെ എങ്ങും പോകരുത്. മറ്റു കുട്ടികളെക്കാൾ അച്ചടക്കം നമ്മൾ കാണിക്കണം. കാണിക്കില്ലേ? ഇവിടുത്തെ പ്രശസ്തമായ പല സ്കൂളുകളുടെയും കൂടെ നമ്മുടെ സ്കൂളും പങ്കെടുക്കുന്നു. അവരെക്കാൾ ഒട്ടും മോശമല്ല നമ്മൾ. അത് നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കണം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഞാൻ നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് പോയി ചോദിച്ചിട്ട് വരാം. അതുവരെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കണം. ഒരുപാടായി സാർ. ഞാൻ ബോസ്റ്റൽ സ്കൂളിലെ സൂപ്പർവൈസറാണ്. പേര് രാമഭദ്രൻ. ഞങ്ങളുടെ പിള്ളേരുടെ പൊസിഷൻ ബോസ്റ്റൽ സ്കൂളിൽ നിന്നാണോ സാർ? ലിസ്റ്റിൽ പേരില്ലല്ലോ. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളെ കൂടെ പങ്കെടുപ്പിക്കണം സാർ. അവർ വലിയ ആവേശത്തിലാണ്. നന്നായിട്ട് പെർഫോം ചെയ്യും. എവിടെയെങ്കിലും ഒരു പൊസിഷൻ പ്ലീസ്. സെക്രട്ടറിയോടൊന്ന് ചോദിച്ചിട്ടാ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ടീച്ചറുടെ സ്കൂളിന്റെ പൊസിഷൻ ചോദിക്കാനുണ്ടോ? അതെല്ലാ പ്രാവശ്യം ഫ്രണ്ടിൽ തന്നെയല്ലേ? നിങ്ങൾ പങ്കെടുക്കുന്നില്ല. അതെന്താ സാറേ, ഞങ്ങളുടെ കുട്ടികൾ നല്ല ഡിസിപ്ലിനും കൾച്ചറും ഒക്കെയുള്ള വലിയ വീടുകളിൽ നിന്ന് വരുന്നവരാ. ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൂടെ ഞങ്ങളുടെ കുട്ടികളെ നിർത്താൻ പറ്റില്ല. അവരും കുട്ടികളല്ലേ ടീച്ചർ? നിർത്തിക്കോളൂ, ഞങ്ങളില്ലെന്നേ പറഞ്ഞുള്ളൂ. ഒന്നാമത് പെൺകുട്ടികളാ, അവര് തറഞ്ഞിട്ട് പേടിച്ചിരിക്കുക. ടീച്ചർ കുട്ടികളെ നിർത്തണം. ഈ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിച്ചിട്ട് ഞങ്ങൾ നിർത്തുന്നുള്ളൂ. ഈ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറഞ്ഞാ കുറച്ച് അന്തസ്സുള്ള ചടങ്ങാണെന്നാ കരുതിയത്. ഈ വൃത്തികെട്ടന്മാരെയൊക്കെ കൊണ്ടുവന്ന് എന്താ പറഞ്ഞ നിങ്ങൾ? വൃത്തികെട്ട വരുന്നു.
ടീച്ചറുടെ ഒക്കെ അന്തസ്സുള്ള വീട്ടിലെ കുട്ടികൾ കുറ്റങ്ങൾ ചെയ്യുന്നില്ലേ? വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും പേരിൽ എന്റെ കുട്ടികൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ജീവിത സാഹചര്യങ്ങളുടെ ന്യായീകരണമുണ്ട്. സുഖവും സുഭിക്ഷതയും അനുഭവിക്കുന്ന ടീച്ചറുടെ കുട്ടികൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? മിസ്റ്റർ, അധികം സംസാരിക്കണ്ട. ഇവിടെ ക്രിമിനൽസിനെ ഒന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ല. ടീച്ചർ കുട്ടികളെ കൊണ്ടുപോയി നിർത്തണം. സാറേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ഒരു ജില്ലാ ആഘോഷ കമ്മിറ്റിക്ക് മാത്രമുള്ളതല്ല. ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ പുൽക്കുടിക്ക് പോലും അവകാശപ്പെട്ടതാണ്. ഞങ്ങൾക്കും അതെ, ഞങ്ങൾ ആഘോഷിക്കും. തോറ്റു കഴിഞ്ഞാൽ അവന്റെ കൈവിട്ടൂടെ? ഓ, ഇത് വെറും നേരം പോക്കാണ്. അത് ആ രീതിയിൽ എടുത്തില്ലെങ്കിൽ ഇത്തരം പരിപാടികളിൽ നിന്ന് ചിലർ ഒഴിച്ചു നിർത്തേണ്ടി വരും. ബാബു മേലാൽ ഫൗള് കാണിക്കരുത്. അപ്പോ രാജപ്പനെ തോൽപ്പിച്ച് ബാബു ജയിച്ചിരിക്കുകയാണ്. ബാബുവിനോട് പിടിച്ച് ജയിക്കാൻ ആരുണ്ട്? വാടാ വരിയുള്ളവര്. ആരുമില്ലേ? ഇത്രയും തടിമാടന്മാരിവിടെ ഉണ്ടായിട്ട് ഒരുത്തനുമില്ലടാ. ആരുമില്ല. മറ്റാരും തയ്യാറാകാത്തതുകൊണ്ട് ഇന്നത്തെ ചാമ്പ്യൻ ബാബു. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. വാ. ഇരിക്ക്. മതി 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 മതി. കളിയാക്കോളാ പറ്റി. ഇടാ താഴെ ഇടാൻ. ബാബു, സോറി. ആരോടാ നിനക്ക് ഇത്ര പക? എന്നോടാണോ അതോ ഇവിടുത്തെ സ്റ്റാഫിനോടോ? നിന്നെക്കുറിച്ച് കുറേയൊക്കെ എനിക്കറിയാം, നിന്റെ പേഴ്സണൽ റെക്കോർഡിലുള്ളത്. വിധി നിന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് മറ്റുള്ളവരോട് പകരം ചോദിക്കുന്നത് ശരിയാണോ? എന്നെ തിരിച്ചടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോഴാവാം. നാളെ ആ വൈരാഗ്യം മനസ്സിൽ വെക്കണ്ട. അങ്ങനെ മറക്കൊന്നുമില്ല. ഞാൻ എല്ലായിടും മുന്നിൽ വെച്ച് തന്നെ അടിച്ച് ഉള്ളി ജീവനുണ്ടെ തിരിച്ചടിക്കും. ഞാൻ എല്ലായിടും മുന്നിൽ വെച്ച് തന്നെ നോക്കിക്കോ. ഇപ്പൊ ബോധ്യായോ ഇവരുടെയൊക്കെ ഉള്ളിൽ ചെകുത്താനാണെന്ന്? ചെറുപ്പത്തിലെ ആരെയും പേടിയില്ലാതെ തോന്നിയോണം വളർന്നതാ. അടിച്ച് തന്നെ നന്നാക്കണം. എന്തോ എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. കഴിയുന്നില്ലെങ്കിൽ ഇഷ്ടം പോലെ അയക്കൂ. പക്ഷെ ഒരു കാര്യം മറക്കാതിരുന്നാൽ നല്ലത്. ഇവരെയൊക്കെ ഇങ്ങനെ കയറൂരി വിട്ട് വഷളാക്കിയാൽ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മളാവില്ല. 2 or 3 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ആയി ഇവിടുന്ന് അങ്ങ് പോകും. IG-യുടെ വളർത്തുമകനായതുകൊണ്ട് രാമഭദ്രൻ അത് പെട്ടെന്ന് കഴിഞ്ഞെന്നും വരും. പക്ഷേ ഇനി ഇവിടെ ഈ സ്ഥാനത്തിരിക്കേണ്ടി വരുന്നവരെ ഈ പിള്ളേർ ചക്രശ്വാസം വലിപ്പിക്കും. സാർ, ഒരു പയ്യന്റെ ബന്ധു വന്നിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് വരാൻ പറ. ഞാൻ പറഞ്ഞു, സമ്മതിക്കുന്നില്ല. അർജന്റാണത്രേ. വരാൻ പറ. യെസ് സർ. ഈ ബന്ധു എന്നൊക്കെ പറഞ്ഞു വരുന്നത് ചുമ്മാതാ. ഇവരുടെ കണ്ണികളുണ്ട് പുറത്ത്. ചിലപ്പോൾ ബന്ധു തന്നെ ആണെങ്കിലോ? എന്താ പേര്? എന്റെ പേര് ശശി. തന്റെ അല്ല, കാണേണ്ട ഇൻമേറ്റിന്റെ പേരാ ചോദിച്ചത്. വിനയൻ. എന്താ കാര്യം? വെറുതെ കാണാനാ? അവന്റെ അമ്മ ഇന്ന് വെളുപ്പിന് മരിച്ചുപോയി. എന്തായിരുന്നു അസുഖം? കുടലില് ക്യാൻസർ ആയിരുന്നു. കുറെ കാലായി. അതിനിപ്പോ പയ്യനെ അറിയിച്ചിട്ട് അവനെ ഒന്ന് വിടണം. അവൻ വന്നിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. വേറെ ആരും ഇല്ല. അതെ, അതൊക്കെ ശരിയായിരിക്കാം.
പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ചു നേരം പുറത്ത് നിൽക്കും. ഇത് ക്രൂരമാണ്. മരണത്തിന് മുമ്പിൽ എന്ത് റൂൾസും റെഗുലേഷൻസും ആണ് സർ. അവനെ വിടണം. ഇതൊക്കെ ഇവിടുത്തെ പതിവാ മിസ്റ്റർ രാമഭദ്രൻ. നിങ്ങൾക്ക് ആദ്യമായതുകൊണ്ട് തോന്നുന്ന സെന്റിമെന്റ്സാ. സെന്റിമെന്റ്സ് അല്ല സർ, ഹ്യൂമനിസം, മനുഷ്യത്വം എന്ന് പറയും. ആ അമ്മയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മയായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക്. അവനെ വിടാതെ പറ്റില്ല. വിടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഏത് ദുനിയാവിൽ വേണമെങ്കിൽ വിടാം. പ്രോപ്പർ പ്രൊട്ടക്ഷൻ വേണം. അതുണ്ടോ? ഉണ്ട്. ഞാൻ വിനയ, നമുക്ക് തന്റെ വീട് വരെ ഒന്ന് പോവാം. തന്റെ അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. എന്താ പോയേക്കല്ലേ? വാ, ആ ഉടുപ്പൊക്കെ ഒന്ന് മാറും. അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. Mm-hmm.